ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളം കാറ്റേ കടലേ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മാനത്തും താഴത്തും എന്ന ആദ്യ ഭാഗത്ത് വരുന്ന കാറ്റ് പറഞ്ഞത് എന്ന പാഠമാണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CVS പിന്നെ LSS ക്ലാസ്സുകളുടെ വീഡിയോസിനായി നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നിങ്ങളുടെ മലയാളം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 57, യൂണിറ്റ് 3 കാറ്റേ കടലേ. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? കടപ്പുറത്ത് കളിക്കുന്ന കുട്ടികൾ കാറ്റിനെയും കടലിനെയും ഒക്കെ അനുഭവിച്ച് അറിയുകയാണ്. അതെങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്ന് ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ. കുട്ടികൾ അവിടെ എന്തൊക്കെയാണ് മക്കളെ ചെയ്യുന്നത്? സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഒരു കുട്ടി നിൽക്കുന്നത് കണ്ടോ? പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കടൽ തീരത്ത് മണലിൽ വീടുണ്ടാക്കി കുട്ടികൾ കളിക്കുന്നുണ്ട്. മണലിൽ ഉറങ്ങുന്ന ഒരു കൊച്ചു നായ്ക്കുട്ടിയെ കണ്ടോ? പട്ടം പറത്തി രസിക്കുന്ന കുട്ടികളുമുണ്ട്. പന്ത് കളിക്കുന്ന ഒരു കുട്ടിയും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാലയം ഏതാണെന്ന് മക്കൾക്ക് അറിയാമോ? അത് പ്രകൃതിയാണ്. ചെടികളും മരങ്ങളും ഇലകളും പൂക്കളും പുഴുക്കളും ചിത്രശലഭങ്ങളും പക്ഷികളും മൃഗങ്ങളും പുഴകളും കാറ്റും കടലും തണുപ്പും വെയിലും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും നിരീക്ഷിച്ചും അത്ഭുതപ്പെട്ടും വളർന്ന എല്ലാവരും മിടുക്കരായി തീർന്നിട്ടുമുണ്ട്. പ്രകൃതിയെ അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് തന്നെയാണ് കാറ്റേ കടലേ എന്ന യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പറയുന്നത്. സുഗതകുമാരിയുടെ കവിതാശകലം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നിർഭയ. മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി, വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. സുഗതകുമാരി. തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി മനുഷ്യർ നശിപ്പിക്കുന്ന ലോലമായ പ്രകൃതിയുടെ നിസ്സഹായ അവസ്ഥയാണ് സുഗതകുമാരിയുടെ ഈ വരികളുടെ സാരം. വളരെ ചെറുതും ദുർബലവുമായ ഒരു തുമ്പച്ചെടി മലയിടിച്ചു വരുന്ന വലിയ യന്ത്രത്തിന് മുന്നിൽ പ്രതിരോധിക്കാൻ ഒന്നും കഴിയാതെ നിഷ്കളങ്കയായി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ യന്ത്രമായിട്ട് സൂചിപ്പിക്കുന്നത് ദ്രുതഗതിയിലുള്ള മനുഷ്യൻ്റെ വളർച്ചയെയും പ്രകൃതിയെ നശിപ്പിക്കുന്ന അവൻ്റെ പ്രവൃത്തികളെയുമാണ്. തുമ്പച്ചെടിയോ? തുമ്പച്ചെടി പ്രകൃതിയെയും അതിൻ്റെ സൗന്ദര്യത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. വഴിയിൽ നിൽപ്പൂ ചമഞ്ഞ തുമ്പച്ചെടി എന്ന വരികൾ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അതൊന്നും അറിയാതെ പ്രകൃതി അണിഞ്ഞൊരുങ്ങി മനോഹരമായിട്ട് നിൽക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയുടെ സ്വാഭാവികതയെ നശിപ്പിക്കുന്നതാണ് മലയിടിച്ചു വരുന്ന യന്ത്രം. ഇനി ഈ കവിതയ്ക്കൊപ്പം തന്നിട്ടുള്ള ചിത്രം നോക്കിയേ മക്കളെ. JCB പോലെയുള്ള ഒരു മണ്ണുമാന്തൽ യന്ത്രം മലയിടിക്കുന്ന ചിത്രമാണിത് അല്ലേ? മനുഷ്യൻ പ്രകൃതിയിൽ ഏൽപ്പിച്ച മുറിപ്പാടിൽ നിന്നും ചോര പൊടിയുന്നുണ്ട്. മലയുടെ അരികിലായിട്ട് ചെറിയ ഒരു പെൺകുട്ടി ഒരു ചെടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടോ? മഴവെള്ളം കുത്തിയൊലിച്ചു വരുന്നതും നമുക്ക് കാണാം. മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി എന്ന വരി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലയിടിക്കുന്ന യന്ത്രത്തിന് മുന്നിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു കുട്ടിയെയും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ടല്ലേ? പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള അവളുടെ ദൃഢനിശ്ചയത്തെ ഈ ചിത്രം സൂചിപ്പിക്കുന്നു. മഴ മാറി സൂര്യൻ തെളിഞ്ഞ ആകാശവും ഈ ചിത്രത്തിൽ കാണാം. സൂര്യപ്രകാശത്തിൽ കുളിച്ച് നിൽക്കുകയാണ് പെൺകുട്ടിയും ആ ചെടിയും. നിർഭയ എന്നാൽ എന്താണ് മക്കളെ അർത്ഥം? ഭയമില്ലാത്തത്, പേടിയില്ലാത്തത്. മലയിടിക്കുന്ന യന്ത്രത്തിന് മുന്നിൽ സധൈര്യം നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയമൊക്കെ മാറ്റിവെച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനായി അവൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. പേജ് നമ്പർ 59, മാനത്തും താഴത്തും. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? ഒരമ്മ അവിടെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. തൻ്റെ കുഞ്ഞിനെ തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ തൊട്ടിൽ കെട്ടി ഉറക്കി കിടത്തിയിട്ടുമുണ്ട്. ആ കുഞ്ഞു വാവയുടെ തൊട്ടിലിനരികെ ആരാണ് മക്കളെ? അത് കാറ്റാണ്. മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളും ഒക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി. എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത്? എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് ഇനിയുള്ള പാഠഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാം കേട്ടോ. ആദ്യം കാറ്റിനെ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അറിയണ്ടേ? കാറ്റ് പറഞ്ഞതെന്ന കവിതയൊന്ന് ചൊല്ലി നോക്കാം. കാറ്റ് പറഞ്ഞത്. കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടുകിട്ടാനെന്തു മാർഗം? തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ.
തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ, വീശിത്തരുന്നില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. ആലിന്നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും, പീപ്പിയുമോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. ആഴിത്തിരകൾക്കുമീതേ ഞാനൊന്നാടിക്കളിച്ചതിൻ ശേഷം ഓടി നിന്നാവിലേക്കുപ്പായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും. സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും, കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ, കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. കവിത ചൊല്ലിയല്ലോ മക്കളെ. കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മണത്തും കാറ്റിനെ എങ്ങനെ അറിയാമെന്ന് വളരെ ലളിതവും മനോഹരവുമായി ഈ കവിതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാറ്റിനെക്കുറിച്ച് ഒരു കുട്ടിക്കുണ്ടാകുന്ന സംശയവും അതിന് കാറ്റു നൽകുന്ന മറുപടിയുമാണ് ഈ ജിനൻ്റെ കാറ്റു പറഞ്ഞതെന്ന കവിതയിലുള്ളത്. കവിതയുടെ ആശയം നമുക്കൊന്ന് നോക്കിയാലോ. കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടു കിട്ടാൻ എന്തു മാർഗം. ഒരു കുട്ടി ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ കണ്ണിൽ കാണാൻ കഴിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ ഒന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ നിന്നെ ഒന്ന് കാണുക? അപ്പോൾ എനിക്ക് നിന്നെ എങ്ങനെ കാണാൻ സാധിക്കും എന്ന കുട്ടിയുടെ ചോദ്യത്തിന് കാറ്റ് എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് തൻ്റെ സാന്നിധ്യം കാറ്റ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ. ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കുഞ്ഞേ, നിന്നെ ഞാൻ അങ്ങനെ തൊട്ട് തലോടുന്നുമുണ്ടെന്നാണ് കാറ്റ് ആദ്യം പറയുന്നത്. അടുത്ത വരികൾ നോക്കിയ മക്കളെ. തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. അതായത് തൊട്ടിലിലാട്ടിയ കാലം തൊട്ടെന്ന വരിയിലൂടെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയല്ലേ നമ്മൾ തൊട്ടിലാട്ടുന്നത്, അങ്ങനെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കാറ്റിൻ്റെ സ്പർശം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. തൊട്ടിലിലാടുമ്പോഴും ഊഞ്ഞാലിലാടുമ്പോഴുമെല്ലാം കാറ്റിൻ്റെ തണുപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയാറില്ലേ. വീശി തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. വീടിനകത്തും പുറത്തുമൊക്കെ വീശിയും തഴുകിയും കാറ്റ് എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടെന്ന് കവിതയിൽ വ്യക്തമാക്കുകയാണ് ഈ വരികളിലൂടെ. അടുത്ത വരികൾ. ആലിന്നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും, പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. കാറ്റ് വീശുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയാണ് നമുക്ക് കാറ്റിനെ കാണാൻ സാധിക്കുന്നതെന്നാണ് കവിയുടെ പറയുന്നത്. അതായത് കാറ്റ് വീശുമ്പോൾ മരങ്ങളുടെ ഇലകൾ ആടാറില്ലേ, ആ ഇലകളുടെ ചലനത്തിലൂടെ കാറ്റിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാറ്റ് വീശിയത് കൊണ്ടാണ് ആ ഇലകളൊക്കെ ആടി ഉലയുന്നത് അല്ലേ. അതേപോലെ തന്നെ പീപ്പിയിലൂടെയും ഓടക്കുഴലിലൂടെയും ഒക്കെ കാറ്റ് കടന്നു പോകുമ്പോഴാണ് അതിൽ നിന്നും ഭംഗിയുള്ള മനോഹരമായ സംഗീതമുണ്ടാകുന്നത്. അങ്ങനെ കാറ്റിന് കേൾക്കാനും നമുക്ക് കഴിയുന്നില്ലേ. അതാണ് പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കുമെന്ന വരികളിലൂടെ പറയുന്നത്. ആഴിത്തിരകൾക്കുമീതെ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കുപ്പായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും. ആഴി എന്താണ് മക്കളെ? കടൽ. കടലിലൂടെ വീശുന്ന കാറ്റ് കടലിലെ ഉപ്പ് രസമാണ് വഹിച്ചു കൊണ്ടുവരുന്നത്. അത് നമ്മുടെ വായിൽ ഉപ്പ് രസമായിട്ട് അനുഭവപ്പെടുമ്പോൾ കാറ്റിനെ നമുക്ക് രുചിച്ചറിയാനും കഴിയും. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും, കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ.
ഇലകളുടെ ചലനത്തിലൂടെയും ഓടക്കുഴലിൻ്റെ സംഗീതത്തിലൂടെയും ഉപ്പ് രസത്തിലൂടെയും ഒക്കെ നമുക്ക് പല രീതിയിൽ കാറ്റിനെ അറിയാൻ സാധിക്കുന്നു. അതേപോലെ ഗന്ധത്തിലൂടെയും കാറ്റിനെ അറിയാൻ സാധിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത്. പൂക്കളുടെ സുഗന്ധം വഹിച്ചു കൊണ്ടുവരുന്നത് കാറ്റല്ലേ മക്കളെ? കാറ്റ് വീശുമ്പോഴാണ് പൂന്തോട്ടത്തിലെ സുഗന്ധം നമ്മുടെ അടുത്തേക്ക് ഒഴുകിയെത്തുന്നത്. കുഞ്ഞെ നിൻ ശ്വാസമായി എന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. ഈ വരികളിലൂടെ എന്താണ് മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് നമ്മുടെ നിലനിൽപ്പും ജീവശ്വാസവും ഒക്കെ കാറ്റാണ്. ഈ ജിനന്റെ കുരുത്തോലക്കിളി എന്ന കൃതിയിലെ ഒരു നല്ല കവിതയാണ് കാറ്റു പറഞ്ഞത്. ഈ പാഠഭാഗത്ത് നമ്മൾ ആദ്യം പരിചയപ്പെട്ട പ്രശസ്ത കവയിത്രി ആരായിരുന്നു മക്കളെ? സുഗതകുമാരി. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി 1934 ജനിച്ചു. തിരുവനന്തപുരത്തായിരുന്നു വിദ്യാഭ്യാസം. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായും വനിതാ കമ്മീഷൻ അധ്യക്ഷയായും കുട്ടികൾക്കുള്ള തളിർ മാസികയുടെ പത്രാധിപയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ തുലാവർഷ പച്ച, കുറിഞ്ഞിപ്പൂക്കൾ, പ്രണാമം, പാവം മാനവഹൃദയം, അമ്പലമണി, പാതിരാപ്പൂക്കൾ, രാത്രിമഴ, രാധയെവിടെ, ഇരുൾ ചിറകുകൾ എന്നിവയാണ്. ലഭിച്ച പുരസ്കാരങ്ങൾ: പത്മശ്രീ ലഭിച്ചത് 2026 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാൻ. 2023 ഡിസംബർ 23 അന്തരിച്ചു. ഈ ജിനൻ പ്രശസ്ത ബാലസാഹിത്യകാരനാണ്. 1951 മതിലകത്താണ് ജനനം. യൂറേക്ക പത്രാധിപ സമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അസിസ്റ്റന്റ് മാനേജരും ആയിരുന്നു. പ്രധാന കൃതികൾ: കുരുത്തോലക്കിളി, നിലാവിൻ്റെ തട്ടം, സ്ലേറ്റു മായ്ക്കുമ്പോൾ, ഇലപ്പച്ചകൾ. പുരസ്കാരങ്ങൾ: സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം: തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത്? എന്തെല്ലാം വഴികളാണ് മക്കളെ? നമുക്ക് കാറ്റിനെ നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. അതിന് പല വഴികളുമുണ്ട്. തൊട്ടിലിൽ ആടുമ്പോഴും വീശുമ്പോഴും കാറ്റിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയും. മരത്തിൻ്റെ ഇലകളും മറ്റും ആടുമ്പോൾ ആവട്ടെ കാറ്റിൻ്റെ സാന്നിധ്യം കാണാം. പീപ്പിയും ഓടക്കുഴലും എല്ലാം ഊതുമ്പോൾ കാറ്റുണ്ടാക്കുന്ന സംഗീതം കേട്ടുകൊണ്ട് കാറ്റിനെ നാം അറിയുന്നു. കടലിലൂടെ വരുന്ന കാറ്റ് നാവിൽ ഉപ്പുരസമായി അനുഭവപ്പെടുമ്പോൾ രുചിയിലൂടെ കാറ്റിനെ അറിയാം. പൂക്കളിലെ സുഗന്ധമായി ഗന്ധത്തിലൂടെയും കാറ്റിനെ നമുക്ക് അറിയാൻ സാധിക്കും. കാറ്റ് നമ്മുടെ ജീവശ്വാസമായി എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. കാറ്റിനെ കാണാനുള്ള വഴികളായി നിർദ്ദേശിക്കുന്നത് ഇവയെല്ലാമാണ്. രണ്ടാമത്തെ ചോദ്യം: ഞങ്ങൾ 5 എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ. കാറ്റു പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യൂ. ആദ്യം നമുക്ക് ഞങ്ങൾ 5 എന്ന കവിതയൊന്ന് കേട്ടു നോക്കാം. കാതു പറഞ്ഞു കിളികൾ ചൊല്ലി പുലരിയണഞ്ഞെന്ന്, മൂക്കു പറഞ്ഞു അരികത്തെങ്ങോ പൂവിരിഞ്ഞെന്ന്, കണ്ണു പറഞ്ഞു കാണാൻ എന്തൊരു ചേലിപ്പൂവെന്ന്, കയ്യു പറഞ്ഞു നനുത്തതാണീ പൂവിന്നിഴലെന്ന്, നാവു പറഞ്ഞു എന്തൊരു മധുരം പൂന്തേനിന്നെന്ന്. കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മണത്തും കാറ്റിനെ എങ്ങനെ അറിയാമെന്ന് ലളിതവും മനോഹരവുമായി പറഞ്ഞിരിക്കുന്ന കവിതയാണ് കാറ്റു പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ പ്രകൃതിയിലെ സൗന്ദര്യം എങ്ങനെ അനുഭവിക്കുന്നുവെന്ന് മനോഹരമായി പറയുന്ന മറ്റൊരു കവിതയാണ് ഞങ്ങൾ 5. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ മക്കളെ? കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്. കണ്ണ് കാണും, കാത് കേൾക്കും, നാവ് രുചിക്കും, മൂക്ക് ഗന്ധമറിയും, ത്വക്കോ സ്പർശവും അറിയും. കൈകൊണ്ടാണ് നാം ഒട്ടുമിക്ക കാര്യങ്ങളും തൊട്ടറിയുന്നത്. ഇവയെല്ലാം ചേർന്നാണ് നമ്മെ പ്രകൃതിയോട് അടുപ്പിക്കുന്നത്. തൊട്ടും കണ്ടും രുചിച്ചും കേട്ടുമെല്ലാം നാം കാറ്റിനെ അറിയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്താലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 കവിതകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം: അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്നു കണ്ടെത്തൂ. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതൂ. ഏതൊക്കെയാണ് മക്കളെ? കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം. കണ്ണിൽ പെടാത്തൊരു എന്ന വാക്കിലും കണ്ടുകിട്ടാൻ എന്തു എന്ന വാക്കിലും ക എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നത് കണ്ടോ? അടുത്തത് തൊട്ടടുത്ത
തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ, തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. ഈ വരികളിൽ തൊട്ടടുത്തുണ്ട്, തൊട്ടു തലോടുന്നുമുണ്ടേ, തൊട്ടിലിലാട്ടിയ, തൊട്ടറിഞ്ഞല്ലോ ഇത്രയും വാക്കുകളിൽ തോ എന്ന അക്ഷരം ആദ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. അതും ഈ കവിതയുടെ ഭംഗി കൂട്ടുന്നുണ്ട്. അടുത്തത് വീശിത്തരുന്നില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. ഈ വരികളിൽ വീശിത്തരുന്നില്ലേ ഇന്നും ആ വാക്കിലും വീട്ടിനകത്തും എന്ന വാക്കിലും വി എന്ന അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്. അടുത്തത് ആലിന്നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും. ആലിന്നിലകളും എന്ന വാക്കിലെ ആ, ആടുമ്പോഴെന്നെ എന്ന വാക്കിലും വരുന്ന ആയാണ് ഇതിലെ ഭംഗി കൂട്ടുന്നത്. അടുത്തത് പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. ഇവിടെ രണ്ടിടത്തായിട്ട് പിയും പായും ആവർത്തിച്ചു വരുന്നുണ്ട്. അത് ഈ വരികൾക്ക് ഭംഗി കൂടുതൽ കൊടുക്കുന്നു. അടുത്തത് സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും. സന്ധ്യ എന്ന വാക്കിലെ ഇന്ധ, അതേപോലെ തന്നെ ഗന്ധമായി എന്ന വാക്കിൽ വരുന്ന അക്ഷരമായ ഇന്ധ, രണ്ടും ഈ വരികൾക്ക് ഭംഗി കൂട്ടിക്കൊടുക്കുന്നു. അടുത്ത ചോദ്യം, കാറ്റു പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഈ ജിനൻ എഴുതിയ കുരുത്തോലക്കിളി എന്ന പുസ്തകത്തിലെ മനോഹരമായ ഒരു കവിതയാണ് കാറ്റു പറഞ്ഞത്. കാറ്റിനെക്കുറിച്ച് ഒരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാകുന്ന കൗതുകകരമായ സംശയവും അതിന് കാറ്റു തന്നെ നൽകുന്ന മറുപടിയുമാണ് ഈ കവിതയുടെ പ്രധാന ഇതിവൃത്തം. കാറ്റ് തൻ്റെ സാന്നിധ്യം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണ് അറിയിക്കുന്നത് എന്ന് ഈ കവിതയിൽ വിശദീകരിക്കുന്നു. കാറ്റു പറഞ്ഞത് എന്ന ഈ കവിത കുട്ടികൾക്ക് പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കാനും ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷണ ബുദ്ധിയോടെ സമീപിക്കാനും സഹായിക്കുന്നു. ലളിതമായ ഭാഷയും മനോഹരമായ ഭാവനയും ഈ കവിതയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. അവസാനത്തെ ചോദ്യം, കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ടു കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. നേരിട്ട് കാണാതെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട്? കുട്ടി കാറ്റിനെ നേരിട്ട് കാണാതെ അനുഭവിക്കുന്നത് പോലെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റാത്തതും എന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ്: സ്നേഹം, സങ്കടം, ചൂട്, തണുപ്പ്, വിശ്വാസം, സന്തോഷം, നമ്മുടെ ചിന്തകൾ, സമയം, വാക്ക്, സംഗീതം, വൈദ്യുതി എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ജീവിതത്തിൽ പലതരത്തിൽ പല സന്ദർഭങ്ങളിലായി വികാരങ്ങളിലൂടെയും വിചാരങ്ങളിലൂടെയും നമുക്കിവയൊക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.